ഹലോ, നമ്മുടെ ഋതുക്കൂട്ടിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ചെറിയൊരു ടങ് ടൈ ഉണ്ടായിരുന്നു. നാക്കിന് കെട്ടെന്നൊക്കെ പണ്ടുള്ള ആൾക്കാർ പറയില്ല സംഭവം. അപ്പോൾ അതിൻ്റെ സർജറി നമ്മൾ നാട്ടിൽ ലീവിന് വരുമ്പോൾ ചെയ്യാൻ വേണ്ടി നിന്നിരുന്നതായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതാണ്. അപ്പോൾ അനിയൻ്റെ ഭാര്യ ഇവിടെ നേഴ്സാണ്. അവളാണ് ഇപ്പോൾ കൊച്ചിൻ്റെ അടുത്തുനിന്ന് പോയത്. അപ്പോൾ അവിടെ വെച്ച് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് തന്നെ വന്നതാണ്. അപ്പോൾ അത് ക്യാനിലേക്ക് ഇട്ട് ഇവിടെ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അന്നേരം ചെറിയൊരു കരച്ചിലേ കരഞ്ഞുള്ളൂ. ഒന്നും കരഞ്ഞു വന്നപ്പോഴത്തേക്കും തന്നെ അതങ്ങ് മാറിയിട്ടോ. എന്തായാലും പിന്നെ അവർ കേസിന് ഒറ്റയ്ക്ക് കൊണ്ടുപോയപ്പോൾ ഒന്നും കരഞ്ഞൊന്നുമില്ല. എല്ലാം കഴിഞ്ഞിതാ തിരിച്ച് ICUയിൽ എത്തിയിട്ടുണ്ട്. ICUയിൽ കുറച്ച് നേരം ഒബ്സർവേഷനുണ്ട്. മുഖമൊക്കെ ഇരിക്കുന്നുണ്ടോ, അയ്യോ കണ്ടപ്പോൾ അങ്ങ് ആകെ സങ്കടം വരുമായിരുന്നു. ഫുള്ള് ബ്ലഡൊക്കെ ആയി മുഖമൊക്കെ അങ്ങ് ചീർത്ത് ചെയ്യേണ്ടിയിരുന്നില്ല എന്നങ്ങ് തോന്നിപ്പോയി. പിന്നെ ഇപ്പം ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് കൊച്ചിന് സംസാരിക്കുമ്പം സംസാരം തിരിയാതെയൊക്കെ വരും. അപ്പോൾ ഇപ്പോഴാണ് ഏറ്റവും നല്ലൊരു പ്രായം. ഇടയ്ക്ക് എഴുന്നേക്കും, കരയും, പിന്നെയും കിടന്നുറങ്ങും, അങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഇത് ഒരു ദിവസത്തെ പ്രൊസീജിയറുള്ളൂ കേട്ടോ. നമ്മൾ ചെയ്തിട്ട് അന്ന് തന്നെ നമുക്ക് അനസ്തേഷ്യൻ്റെ സെഡേഷനിൽ നിന്ന് ഉണർന്ന് കഴിയുമ്പോൾ വീട്ടിൽ പോകാം. അപ്പം നമ്മൾ വീട്ടിൽ പോവാണ്. ടാറ്റാ ബൈ.